അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് 4 പേരുകളാണ്. ആ 4 പേരുകൾക്കും വ്യത്യസ്തമായ പ്രതിഫലങ്ങളുണ്ട്, കൂലിയുണ്ട്. ഏതൊക്കെയാണ് ആ 4 പേരുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം. ലക്ഷക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും ആ കടം മാറാൻ, മാത്രമല്ല ചില കടങ്ങൾ നമ്മൾ കൊടുത്തിട്ട്, നമ്മൾ കുറച്ച് പൈസ കടമായി കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്നവരെ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. അതുപോലെ വീടിൻ്റെ പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ട് കാര്യങ്ങൾ ആവുന്നില്ല, എപ്പോഴും തടസ്സം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര തടസ്സം. ചില ആളുകൾ വീട് പണിതിട്ടുണ്ട്, വാർത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ടുണ്ട്, പക്ഷേ മുന്നോട്ട് പോവാൻ ഒരു പ്രയാസം, ഒരു തടസ്സം. അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ആ പൈസ എങ്ങനെ പോകുന്നു എന്നറിയില്ല. അങ്ങനെ സമ്പത്തിന്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ, അതുപോലെ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, തുടങ്ങുന്ന ബിസിനസ് ഖൈറിലാവാൻ, പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ പുതുതായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സമാധാനവും അള്ളാഹുവിൻ്റെ ബറക്കത്തുകളും ഉണ്ടാവാൻ 721 അല്ലെങ്കിൽ 521 321 121 അല്ലെങ്കിൽ വെറും 21 പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ്, ഒരു പേരാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ആ 99 പേരുകളിൽ പെട്ട വളരെയധികം നമ്മൾ എല്ലാ ദിവസവും എന്ന് തന്നെ പറയാം, എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ട, പറയേണ്ട, പറഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന 4 പേരുകൾ. ആ 4 പേരുകൾ അതേതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആ പേരുകൾ, ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്, അതേത് സമയത്താണ് പറയേണ്ടത് എന്നുള്ള ഒരു വിശാലമായ ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയട്ടെ, നമ്മളൊക്കെ ഓരോരുത്തരും ഓരോരോ ഉസ്താദുമാരുടെ വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് ദുആകളും ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളും ഒക്കെ നമ്മൾ കേൾക്കുകയും അത് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിക്റിനും ദുആയിനും അതുപോലെ ഈ പറയപ്പെടുന്ന ഇസ്മുകൾക്കൊക്കെ അത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ 1-2 ദിവസമൊക്കെ ആ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കിതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, പ്രശ്നങ്ങൾ മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല, അതുകൊണ്ട് ഇനി പറയണ്ട എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആദ്യമായി പറയട്ടെ, നമ്മൾ ഏത് ദിക്റ് പറയുന്നോ, സ്വലാത്ത് പറയുന്നോ, തസ്ബീഹ് പറയുന്നോ, ഇപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് പറയാൻ പോകുന്നത്, 4 ഇസ്മുകൾ. ഈ ഇസ്മുകൾ, ഈ പേരുകളൊക്കെ നമ്മൾ ദിനേന പറയുമ്പോൾ വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഈ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണണമെങ്കിൽ നമ്മൾ നിർബന്ധമായ ഇബാദത്തുകൾ ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ സക്കാത്തിന് അർഹനായാൽ നമ്മൾ സക്കാത്ത് കൊടുക്കുക, അതുപോലെ കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോവാത്ത ആളുകൾ, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം ഇതുപോലുള്ള ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ നമ്മൾ പറയേണ്ടത്. നിസ്കാരമില്ല, പള്ളിയില്ല, അതുപോലെ ഖുർആനോത്തില്ല, നോമ്പില്ല, റമദാൻ വന്നാലൊന്നും നോമ്പ് പിടിക്കില്ല, പക്ഷെ ഭയങ്കര ദുആയാണ്, അതുകൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിസ്കാരം കൃത്യമല്ല, വല്ലപ്പോഴും തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കും, പക്ഷെ ഭയങ്കര സ്വലാത്ത് പറച്ചിലാണ്, അതുപോലെ തന്നെ ഭയങ്കര അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ പറയും, എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദിക്റുകൾ പറഞ്ഞ് തസ്ബീഹുകൾ പറഞ്ഞ് മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫർളായ ഇബാദത്തുകൾ ചെയ്യലാണ്. അതൊന്ന് വെറുതെ ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം. ഇവിടെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് നല്ല സുന്ദരമായ പേരുകളുണ്ട്. ആ പേരുകൾ 99 അല്ല 1000-ഓളം പേരുകൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിന്.
അതിൽ നിന്നും സ്പെഷ്യലായിട്ടുള്ള 99 പേരുകളുണ്ട്. ആ പേരുകളിൽ നിന്നും ചില പേരുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫദ്ഉഹു ബിഹ, നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ അള്ളാഹുവിൻ്റെ 99 പേരുകളും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണെന്നും നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണുവാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ, ഇത് നമ്മൾ മനഃപ്പാഠമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ കിതാബിൽ കാണാം. ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: അവനിക്കും സ്വർഗത്തിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന്. അവനിക്കും സ്വർഗത്തിനും ഇടയിൽ യാതൊരു മറയുമില്ല. അവൻ അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെന്നാൽ പിന്നെ യാതൊരു മറയും ഉണ്ടാവില്ല, നേരെ സ്വർഗത്തിലേക്കായിരിക്കുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളെ, നമ്മളും നമ്മുടെ മക്കളെയും ഈ അസ്മാഉൽ ഹുസ്ന ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ 2 പേജ് 3 പേജുള്ള എസ്സെ കാണാതെ പഠിക്കുന്നവരാണ്. ഇംഗ്ലീഷിൻ്റെ എസ്സെ ഉണ്ട്, അതുപോലെ ഹിന്ദിയുടെ, സംസ്കൃതത്തിൻ്റെ, മറ്റ് ഭാഷകൾ പഠിക്കുന്നു, ഷോർട്ട് നോട്ടുകൾ പഠിക്കുന്നു. ഇങ്ങനെ മറ്റ് ദുന്യവിയായ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് മനഃപ്പാടമുണ്ട്. പക്ഷേ സൂറത്തുൽ ഫാത്തിഹ അറിയില്ല, ഇഖ്ലാസ് അറിയില്ല, അല്ലാഹുവിൻ്റെ 99 പേരുകൾ അതെന്താണെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിലിരുന്ന് അവരുടെ കാൺകെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ ഈ അസ്മാഉൽ ഹുസ്ന ഓതി നോക്കി നമ്മുടെ മക്കളും അത് പഠിക്കും. ഈ അസ്മാഉൽ ഹുസ്ന ഒരു മനുഷ്യൻ പഠിക്കുകയും കാണാതെ പഠിക്കുകയും അയാൾ അത് നിത്യമായി പാരായണം ചെയ്യുകയും ചെയ്താൽ, ഇത് പറയുകയും ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 തലകളാണ് ആ മലക്കിനുള്ളത്. 1000 തലയുള്ള ഒരു മലക്ക്. അതിൽ ഒരു തലയിൽ 1000 മുഖങ്ങളുണ്ട്. അതിൻ്റെ ആ വലിപ്പൊന്ന് ചിന്തിച്ചു നോക്കണം. 1000 മുഖങ്ങളുണ്ട്. ഓരോ മുഖത്തിലും 1000 നാവുകളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മലക്കിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വരുന്ന നാവുകൾ ഉണ്ടെന്നാണ്. ആ നാവുകൾ കൊണ്ട് സദാസമയം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നു, തസ്ബീഹ് ചെയ്യുന്നു. അത് ആ മലക്കിനെ സൃഷ്ടിച്ചത് മുതൽ ഈ സമയം വരെ അതിങ്ങനെ ദിക്ർ ചെയ്യുന്നു, സ്വലാത്ത് പറയുന്നു, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹുകൾ പറയുന്നു. ഒരിക്കൽ ഈ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നത്. കാരണം എനിക്ക് 1000 തലകളുണ്ട്. ആ 1000 തലയിലെ ഒരു തലയിൽ തന്നെ 1000 മുഖമുണ്ട്. ആ ഒരു മുഖത്തിൽ തന്നെ 1000 നാവുകളുണ്ട്. ഞാൻ ഒരുപാട് ദിക്റുകൾ പറയുന്നുണ്ട്, തസ്ബീഹുകൾ പറയുന്നുണ്ട്. എന്നേക്കാൾ കൂടുതൽ നിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉണ്ട്. നിന്നേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള മനുഷ്യന്മാരുണ്ട്, ആളുകളുണ്ട്. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ നാമം, എൻ്റെ അസ്മാഉകൾ, എൻ്റെ ഇസ്മുകൾ അവർ മനഃപ്പാടമാക്കും, ഹിഫ്ള് ചെയ്യും, മനഃപ്പാടമാക്കും. എന്നിട്ട് അതെല്ലാ ദിവസവും പാരായണം ചെയ്യും, എല്ലാ ദിവസവും അത് പറയും. അങ്ങനെയുള്ള മനുഷ്യന്മാർ നിന്നേക്കാൾ വലിയ ശ്രേഷ്ഠനാണെന്ന് അല്ലാഹു തആല ആ മലക്കിനോട് പറഞ്ഞെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വലിയ കൂലിയുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ 99 പേരുകൾ മനഃപ്പാടമാക്കുക എന്നത്. അള്ളാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഈ അള്ളാഹുവിൻ്റെ 99 പേരുകളുണ്ടല്ലോ, ഈ 99 പേരുകളിലും ഓരോരോ പേരിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്. ഓരോ പേരിനും 99 പേരുകളിലെ ഓരോ പേരും പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ കൂലിയാണ്, പ്രതിഫലമാണ് കിട്ടുക. ഇന്ന് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് ഈ അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്നും 4 പേര് നമുക്ക് മനഃപ്പാടമാക്കാം. മനഃപ്പാടമാക്കുക മാത്രമല്ല, അതെല്ലാ ദിവസവും പറയുകയും ചെയ്യാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ഇന്ന് നമ്മൾ പറയുന്ന 4 പേരുകൾ, അതിൽ ആദ്യമായി പറയുന്നത്
നമുക്കറിയാമല്ലോ, ജനങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് നമ്മുടെ ശത്രുക്കളാണ്, രണ്ട് നമ്മുടെ മിത്രങ്ങളാണ്. അപ്പോൾ മനുഷ്യന്മാർ രണ്ട് വിധമാണ്. ഒന്ന് ശത്രുക്കൾ, രണ്ട് മിത്രങ്ങൾ. ഈ ശത്രുക്കളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും, നമ്മൾ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. അതാണ് ഒന്നാമത്തെ വിഭാഗം. നമ്മളെപ്പോഴും കാണുന്ന ആളുകളാണ്, ഇടയ്ക്കിടയ്ക്ക് കണ്ടുപോകും. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ചില പദവികൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ അതൊക്കെ അവരിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അസൂയ വെക്കുന്ന ചില ശത്രുക്കളുണ്ട്. അപ്പോൾ ശത്രുക്കൾ രണ്ട് വിധമാണ്. ഒന്ന് നമ്മളെ നേരിട്ട് കാണുന്ന ശത്രുവാണ്, രണ്ട് നേരിട്ട് കാണാത്ത ശത്രുവാണ്. ജനങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് നമ്മുടെ ശത്രുക്കളാണ്, രണ്ടാമത്തേത് നമ്മുടെ കൂട്ടുകാരാണ്, നമ്മളുടെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവിടെ നമ്മളെ ചില ആളുകൾ നമ്മളെ ഉപദ്രവിക്കൂല, നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുകയില്ല എങ്കിലും മാനസികമായി അവരുടെ ഉപദ്രവം നമുക്ക് ഏറ്റുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ചില സ്ഥാനമാനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മളോട് അസൂയയുള്ള ചില ആളുകളുണ്ട്, കുശുമ്പ് ഉള്ള ആളുകളുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോവണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയും ചില ശത്രുക്കളുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ശത്രുക്കളാണോ ആ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ, മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും നമുക്ക് കിട്ടാൻ, ശത്രുക്കളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ചില ശത്രു പറയും നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ ഞാൻ വെട്ടൂടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ, അതുപോലെ തന്നെ ശത്രുക്കളുടേതാവട്ടെ അല്ലാത്തവരുടേതാവട്ടെ സിഹിർ പോലോത്ത, കണ്ണേറ് പോലോത്ത, കരുനാക്ക് പോലോത്ത, പേടി പോലോത്ത വലിയ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, ജീവിതത്തിൽ എപ്പോഴും ഖൈറുകളും സലാമത്തുകളും നിത്യമായി ഉണ്ടാവാൻ, എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. ആ പേര് ഏതാണെന്നറിയോ? യാ ജബ്ബാറു യാ അല്ലാഹ്. എന്താണ് ആ പേര്? യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. എന്താണ് അതിൻ്റെ അർത്ഥം? യാ ജബ്ബാറു യാ അല്ലാഹ്, പരമാധികാരമുള്ളവനെ, എല്ലാത്തിൻ്റെയും അധികാരമുള്ളവനെ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം, ഈ ഒരു പേരിൻ്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിശ്രേഷ്ഠമായ പേരുകളിൽപ്പെട്ട ഒന്നാണ് യാ ജബ്ബാറു യാ അല്ലാഹ്. ഈ ഒരു പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം പറയണം? ഒന്നുകിൽ ഒരു ദിവസം 306 പ്രാവശ്യമോ, അല്ലെങ്കിൽ 106 പ്രാവശ്യമോ, അല്ലെങ്കിൽ 66 പ്രാവശ്യമോ, ചുരുങ്ങിയത് ഒരു 16 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ പറയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലങ്ങളാണ്, ഒരുപാട് നേട്ടങ്ങളാണ്. പ്രത്യേകിച്ച് കിട്ടുന്നത് നമ്മുടെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടും. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ മാത്രമല്ല ശത്രു, അതല്ലാത്ത ജീവികളും ശത്രുക്കളായിട്ടുണ്ട്. ചിലപ്പോൾ ഇഴജന്തുക്കൾ, പാമ്പ് പോലത്തെ ഇഴജന്തുക്കൾ നമ്മുടെ ശത്രുക്കളാണ്. കാരണം അത് ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം. അതുപോലെ നായ, തെരുവ് നായകൾ, അത് നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം. മറ്റ് മൃഗങ്ങൾ, മറ്റ് ജന്തുക്കൾ, ഇതൊക്കെ നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം. അപ്പോൾ ആ ഉപദ്രവിക്കുന്ന ശത്രുക്കളായ ജീവികൾ, മനുഷ്യനാവട്ടെ മറ്റു മൃഗങ്ങളാവട്ടെ, അവകളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കണം. ഏതാണ് അള്ളാഹുവിൻ്റെ ഇസ്മ? അള്ളാഹുവിൻ്റെ പേര് യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. ആ ഒരു പേര്. അപ്പോൾ ഈ പേരെല്ലാവരും മനഃപ്പാഠമാക്കി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പരമാധികാരമുള്ളവനെ എന്നാണ്. 306, 106, 66, 16 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ നിത്യമായി, 1-2 ദിവസം മാത്രമല്ല, നിത്യമായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഇസ്മ, രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ പേര്. ഏതാണ് ആ പേരെന്നറിയോ? ആ പേര് പറയുന്നതിന് മുമ്പ് ആ പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്? നേട്ടങ്ങൾ. ഒന്നാമത്തേത്, ലക്ഷക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും ആ കടം മാറാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ്, ഒരു പേരാണ്. മാത്രമല്ല
ചില കടങ്ങൾ നമ്മൾ കൊടുത്തിട്ട്, നമ്മൾ കുറച്ച് പൈസ കടമായി കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല. കാരണം അവർക്കും അത് നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കിട്ടുന്നില്ല. അപ്പോൾ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരെ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. അതുപോലെ വീടിൻ്റെ പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ട് കാര്യങ്ങൾ ആവുന്നില്ല, എപ്പോഴും തടസ്സം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര തടസ്സം. ചില ആളുകൾ വീട് പണിതിട്ടുണ്ട്, വാർത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ടുണ്ട്, പക്ഷേ മുന്നോട്ട് പോവാൻ ഒരു പ്രയാസം, ഒരു തടസ്സം. അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സമ്പത്ത്, പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ആ പൈസ എങ്ങനെ പോകുന്നു എന്നറിയില്ല. അങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ. അതുപോലെ തന്നെ വിഷമമുള്ള മറ്റൊരു കാര്യമാണ്, വിവാഹപ്രായമെത്തിയിട്ടുള്ള മക്കളുണ്ട്, ആൺകുട്ടികൾ, പെൺകുട്ടികൾ. അവരുടെ വിവാഹം പലതും വരുന്നുണ്ട്, പക്ഷെ പല കാരണങ്ങളും കൊണ്ട് മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മാറാൻ, മാത്രമല്ല മകൻ ഗൾഫിലേക്ക് പോവാൻ നിൽക്കുകയാണ്, പക്ഷെ അവിടെ ചെന്ന് ജോലി ഹൈറാകുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അവിടെ ചെല്ലാനും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ജോലിക്കുള്ള ഇൻ്റർവ്യൂ പാസ്സാവാൻ തുടങ്ങിയ കാര്യങ്ങൾ, അതിനൊക്കെ ഒരു ഹൈറുണ്ടാവാൻ. അതുപോലെ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, തുടങ്ങുന്ന ബിസിനസ് ഹൈറിലാവാൻ. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ പുതുതായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സമാധാനവും അള്ളാഹുവിൻ്റെ ബറക്കത്തുകളും ഉണ്ടാവാൻ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ നമ്മൾ മുറുകെ പിടിക്കേണ്ട അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മാണ്, മറ്റൊരു പേരാണ് യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? സൃഷ്ടാവായ അല്ലാഹുവേ, സൃഷ്ടാവായ അല്ലാഹുവേ. ഈ പേര് 721 അല്ലെങ്കിൽ 521 321 121 അല്ലെങ്കിൽ വെറും 21 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഈ ഒരു പേര് മനഃപ്പാഠമാക്കിയിട്ട് മുറുകെ പിടിച്ച് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പുതിയ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകും. മുടങ്ങിപ്പോയി, ഇനി അത് ഒന്നും ശരിയാവൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് ശരിയായി കിട്ടും. ഏത് ഇസ്മി പറഞ്ഞാൽ യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്. സൃഷ്ടാവായ അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും നീയാണ് സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഒരു തടസ്സവുമില്ലാതെ നീ എല്ലാം റാഹത്തിലാക്കി നടത്തി തരണേ എന്ന ആ ഒരു ഇസ്മ നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട മറ്റൊരു പേര്, ആ പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ, കൂലി എന്തെന്നറിയോ, ഗുണമെന്തെന്നറിയോ? ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ. ഭാര്യമാർ എത്ര പേരാണ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് ഇടുന്നത്? ഭർത്താവിൻ്റെ കള്ളുകുടി, ഭർത്താവിൻ്റെ സിഗരറ്റ് വലി, ഭർത്താവിൻ്റെ ദുസ്വഭാവം, അതുപോലെ ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം, മക്കളുടെ ലഹരി ഉപയോഗം, മക്കളുടെ കള്ളുകുടി, മക്കളുടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നെല്ലാം, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടണം. എന്താണ് ഉസ്താദ് ഞാൻ പറയേണ്ടത്? ഏത് ദിക്ർ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്ന് കമൻറ്റിൽ എഴുതിയ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറാൻ, മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഉമ്മയാണോ വാപ്പയാണോ, നിങ്ങളും ഈ ഒരു ദിക്ർ പതിവാക്കണേ. അതുപോലെ തന്നെ ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യമാരെ പറ്റിയും പറയാനുണ്ട്. എന്ത് ഉസ്താദേ, എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും തമ്മിൽ ചേർന്ന് പോകില്ല, അവരെപ്പോഴും വഴക്കാണ്. ഓരോ ചെറിയ കാര്യത്തിന് പോലും അവർ വഴക്കാണ്. ചിലപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയും അതുപോലെ വാപ്പയും മറ്റ് സഹോദരിമാരും ഭാര്യയുടെ മേൽ കുതിര കയറുന്ന ആളുകളുണ്ട്, ഭാര്യയുടെ മേൽ എടങ്ങേറാക്കുന്ന ആളുകളുണ്ട്. അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്, അമ്മോശം പോര്, അങ്ങനെ ഇങ്ങനെ ആ പെൺകുട്ടിയെ എടങ്ങേറാക്കുന്ന പരിപാടിയുണ്ട്. അതായത് കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രയാസം, പ്രശ്നം, എപ്പോഴും ഒരു സ്വസ്ഥതയില്ലായ്മ, അതൊക്കെ മാറാൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്
യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്. സന്മാർഗത്തിലാക്കുന്നവനെ, സന്മാർഗത്തിലാക്കുന്നവനെ, സന്മാർഗം നൽകുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എൻ്റെ ഉമ്മമാരെ, ഈ ഒരു ഇസ്മ 101 പ്രാവശ്യമോ 201 301 പ്രാവശ്യമോ നിങ്ങളിത് പറയുകയും അത് ആർക്കാണോ ദുസ്വഭാവമുള്ളത്, ഭർത്താവിനാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യക്കാണെങ്കിൽ, അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിൽ, ആർക്കാണോ ദുസ്വഭാവം ഉള്ളത് അത് മാറാൻ നിങ്ങൾ എന്ത് ചെയ്യുക? 101 201 301 നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നല്ല ഇഖ്ലാസോടുകൂടി ഇത് ചൊല്ലുകയും യാ ഹാദി യാ അല്ലാഹ് എന്ന് ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ചായയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് അവർ കാണാതെ ഇത് നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ടാവില്ല, 1 2 3 ഒന്നല്ല, ഒരു കുറഞ്ഞത് 7 ദിവസമെങ്കിലും തുടർച്ചയായി ഇത് കൊടുത്തു നോക്കിൻ. കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ മക്കളുടെ ദുസ്വഭാവവും ഭർത്താവിൻ്റെ ദുസ്വഭാവവും മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനിയോ 4-മതായി നമ്മൾ പറയുന്ന ഇസ്മ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ബ്രെയിൻ ട്യൂമറുള്ള ആളുകളുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, മറ്റ് രഹസ്യമായ പരസ്യമായ രോഗികൾ ഒരുപാട് പേരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. ഇത്തരത്തിൽ രോഗങ്ങൾ ശിഫയാവാൻ, പിന്നെ ഈ അടുത്തായിട്ട് ഒരുപാട് ഉമ്മമാർ പ്രയാസം പറയുന്നതാണ്, അവരുടെ നെഞ്ചിൽ, അവരുടെ ബ്രസ്റ്റിൽ ക്യാൻസർ വരുന്നു. പല ഉമ്മമാരും ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ വിശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഗർഭാശയത്തിൽ മുഴ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഉമ്മമാരുണ്ട്. അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഉപ്പമാരുമായി, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഇങ്ങനെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടു പോയവർ, അവർ നിത്യമാക്കേണ്ട, അവരും അവരുടെ ബന്ധുമിത്രാദികളും നിത്യമാക്കേണ്ട, എല്ലാ ദിവസവും പറയേണ്ട ഒരു ദിക്റാണ്, ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്. എല്ലാത്തിനും കഴിവുള്ളവനെ, എൻ്റെ ഈ രോഗങ്ങൾ നിനക്ക് വളരെ നിസ്സാരമാണ് പടച്ചോനെ, നിമിഷ നേരം കൊണ്ട് മാറ്റാം. അല്ലേ, ഇതിനേക്കാൾ വലിയ രോഗമായിരുന്നു അയ്യൂബ് നബിക്ക്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം നിമിഷ നേരം കൊണ്ട് മാറ്റിയ റബ്ബേ, എൻ്റെ ഈ രോഗം നിമിഷ നേരം കൊണ്ട് നിനക്ക് മാറ്റാൻ പറ്റും. യാ ഖാദിറു യാ അല്ലാഹ് എന്ന ആ ഒരു ഇസ്മ രാവിലെ വെറും വയറ്റിൽ, മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഈ യാ ഖാദിറു യാ അല്ലാഹ് എന്ന് 33 പ്രാവശ്യം ഊതിയിട്ട് അത് സ്ഥിരമായി കുടിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്ത് അസുഖമാണെങ്കിലും അത് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അത് മാറുന്നതായി കാണാം. ഇതൊക്കെ ഒരു ആത്മീയമായ മരുന്നാണ്. പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകളിലും ഓരോ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. അപ്പോൾ ആ പേരുകളിൽ നിന്നുള്ള 4 പേരുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ 4 പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ പേരുകൾ ഏത് സമയത്ത് പറയണം, എത്ര പ്രാവശ്യം വെച്ച് പറയണം, ആര് പറയണം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പേരുകൾ മുറുകെ പിടിച്ചാൽ എന്ത് പ്രശ്നമാണോ പ്രതിസന്ധിയാണോ നമ്മുടെ മുന്നിലുള്ളത് അത് മാറാൻ ഇത് കാരണമാകും. അപ്പോൾ ഈ ഇസ്മുകൾ മുറുകെ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പല ഉമ്മമാരും ചോദിക്കും, ഉസ്താദേ എനിക്ക് മെൻസസ് ആണ്, നിസ്കാരമില്ല, അപ്പോൾ എനിക്കിത് പറയാവോ? പറയാം, കുഴപ്പമില്ല. ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ പേരുകളാണ്. നിങ്ങൾക്ക് വുളു ഉള്ള സമയത്തും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വുളു ഉള്ള സമയത്ത്, വുളു ഇല്ലാത്ത സമയത്ത്, അതുപോലെ അശുദ്ധിയുള്ള ആളുകൾ എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു അമലാണ് എന്ത്? ഈ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ഏത് സമയത്തും പറയാം, ഒരു ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും പറയാം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ പറയലാണ് ഏറ്റവും ഖൈർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഓടി വന്നിട്ട് ഏത് പ്രശ്നം, എന്ത് പ്രശ്നം, ഏത് ഇസ്മ പറഞ്ഞാലാണോ മാറുന്നത് അത് പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി അള്ളാഹുവിൻ്റെ നല്ല അടിമകളായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.